BJP ഉന്നയിക്കുന്ന ആരോപണങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ നാസ്തികനായ ഒരു മുഖ്യമന്ത്രിക്ക് എന്താണ് അയ്യപ്പന്മാരുടെ കാര്യത്തിൽ ഇടപെടാൻ അവകാശം എന്ന രൂപത്തിലാണ് രാജീവ് ചന്ദ്രശേഖരൻ മറുപടി പറഞ്ഞിട്ടുള്ളത്. ഈ അയ്യപ്പ ഭക്തന്മാരുടെ അട്ടിപ്പേറാവകാശം BJPക്കാരാണ് എഴുതി കൊടുത്തത്. മാത്രമല്ല, രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്യാൻ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് പോയ ആ പാർട്ടിയുടെ വക്താവാണ് താൻ എന്നത് അദ്ദേഹം മറന്നുപോയതുകൊണ്ട് ചോദിക്കാവൂ. അതിലൊരു കഥയില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നാസ്തികരാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ VD സവർക്കർ നാസ്തികനായിരുന്നു എന്ന് വിചാരിച്ചുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ VD സവർക്കറെ തള്ളിപ്പറയോ? എനിക്ക് തോന്നുന്നില്ല. തള്ളി പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റേ ദിവസം മൂപ്പർ അവിടെ ഇരിക്കില്ല, അത്രയേ ഉള്ളൂ. അപ്പോൾ അത് വെറുതെ ഒരു എന്താ പറയുക, നമ്മൾ പ്രൊപ്പഗാൻഡയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു സംസാരം മാത്രമായിട്ട് ഇക്കാലം മുഴുവൻ കഴിഞ്ഞ 10 വർഷമായിട്ട് 10 വർഷം ആകാൻ ഇപ്പോൾ 3-4 മാസമേ ഉള്ളൂ. ഇതേ നാസ്തികനായ മുഖ്യമന്ത്രി തന്നെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് നിശ്ചയിച്ചിരുന്നത്, കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് നിശ്ചയിച്ചിട്ടുണ്ട്, അതുപോലെ മലബാർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് നിശ്ചയിച്ചത് ഒക്കെ ഇതേ മുഖ്യമന്ത്രി തന്നെ. ഇതേ മുഖ്യമന്ത്രി അധ്യക്ഷനായ ക്യാബിനറ്റ് അംഗീകരിച്ച ബജറ്റിൽ നിന്നാണ് ഈ ദേവസ്വങ്ങൾക്ക് മുഴുവൻ പൈസ കൊടുത്തിട്ടുള്ളത്. അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനാണെങ്കിലും മലബാർ ദേവസ്വം ബോർഡിനാണെങ്കിലും കൊച്ചിൻ ദേവസ്വം ബോർഡിനാണെങ്കിലും കൂടൽമാണിക്യം ദേവസ്വം ബോർഡിനാണെങ്കിലും എല്ലാ ബോർഡിനും ഇതേ മുഖ്യമന്ത്രി അധ്യക്ഷനായ മന്ത്രിസഭയിൽ നിന്നുകൊണ്ടാണ് പണം അനുവദിച്ചുകൊണ്ടിരുന്നത്. ഈ ദേവസ്വം ബോർഡുകളിലൊക്കെ അംഗങ്ങളെ തിരഞ്ഞെടുത്തത് കേരള നിയമസഭയിലെ CPMൻ്റെയും CPIയുടെയും മെമ്പർമാരടങ്ങുന്ന സമിതി, അല്ലെങ്കിൽ ആ മെമ്പർമാർക്ക് വോട്ടവകാശമുള്ള ഒരു രീതിയിലാണ് ഈ മെമ്പർമാരെയൊക്കെ തിരഞ്ഞെടുത്തിരുന്നത്. അപ്പോൾ ഈ മെമ്പർമാർ ഭരിച്ചുകൊണ്ട് ഈ 10 വർഷത്തിനിടെ കേരളത്തിൽ ഒരു ക്ഷേത്രവും പൂട്ടിപ്പോയിട്ടില്ല. ഒരു ക്ഷേത്രത്തിൽ നിന്നും ദേവന്മാരാരെങ്കിലും അല്ലെങ്കിൽ ദേവിമാരാരെങ്കിലും ഒളിച്ചോടിയതായിട്ടും നമ്മൾ കേട്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ ഈ പറയുന്നത് അദ്ദേഹത്തിൻ്റെ എന്താ പറയുക വികലമായ രാഷ്ട്രീയ ബോധ്യം, അത് അദ്ദേഹത്തിൻ്റെ മാത്രമല്ല, അദ്ദേഹം ഉൾക്കൊള്ളുന്ന സംഘടനയുടെ, ആ സംഘടനയുടെ പാരൻറ്റ് ബോഡി ആയിരിക്കുന്ന RSSൻ്റെ ഒക്കെ വികലമായ രാഷ്ട്രീയ ബോധ്യത്തിൽ നിന്നുണ്ടാകുന്ന അഭിപ്രായങ്ങൾ മാത്രമായിട്ട് നമ്മൾ കണക്കാക്കിയാൽ മതി. അതുപോലെ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിലെ മലയാളി ഡയസ്പോറ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഉണ്ടാകാനിടയുള്ള ഒരു വലിയ ഡയസ്പോറയാണ് ഈ അയ്യപ്പന്മാരുടെ ഡയസ്പോറ എന്ന് പറയുന്നത്. അതിൻ്റെ അവകാശം ഇപ്പോൾ കുമ്മൻ രാജശേഖരൻ അയ്യപ്പ സേവാ സംഘം എന്ന് പറയുന്ന പഴയ ഒരു സംഘടനയുടെ രക്ഷാധികാരിയായിട്ട് അദ്ദേഹം ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് പിന്നീട് BJPയുടെ സംസ്ഥാന പ്രസിഡൻ്റായിട്ട് ഇവിടെ വന്നത്. അവർക്ക് പോലുമില്ല അയ്യപ്പന്മാരുടെ എന്താ പറയുക മൊത്തം അവകാശം എന്ന് പറയുന്നത്. അതൊരു വലിയ കമ്മ്യൂണിറ്റിയാണ്. ഒരു കമ്മ്യൂണിറ്റിയായിട്ട് നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ ഒരു വലിയ കമ്മ്യൂണിറ്റിയാണ്. മലയാളികൾ മാത്രമല്ല അതിലുള്ളത്, മലയാളികൾ മാത്രമല്ല, ഹിന്ദുക്കൾ മാത്രമല്ല, വിവിധ മതജാതി വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ ആ കമ്മ്യൂണിറ്റിയിലുണ്ട്. തമിഴന്മാരുണ്ട്, തെലുങ്കന്മാരുണ്ട്, കന്നഡക്കാരുണ്ട്, ഹിന്ദി ഭാഷ സംസാരിക്കുന്ന ആളുകളുണ്ട്, ഒരു പക്ഷേ ഇന്ത്യക്കാരല്ലാത്ത ആളുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരുടെ മൊത്തം കാര്യം ഞങ്ങളാണ് നിശ്ചയിക്കേണ്ടത് എന്ന് പറയുന്നതിൽ തന്നെ മണ്ടത്തരമുണ്ട്. ആ മണ്ടത്തരം മനസ്സിലാകുമോ ഇല്ലയോ എന്നുള്ളത് ബുദ്ധിയെ ആശ്രയിച്ചിരിക്കും, ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല.